ഹായ് ഫ്രണ്ട്സ്, ഫെബ്രുവരി മാസമാണ് വരുന്നത്. നമുക്കൊരു സമൃദ്ധിയുടെ മാസമായിരിക്കും റേഷൻ സംബന്ധമായിട്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ മാസം സാധാരണയായിട്ട് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളും നമുക്ക് ഈ മാസം എന്തെല്ലാം ലഭിക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഫെബ്രുവരി 8-ാം തീയതി തിങ്കളാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. നമുക്കറിയാം, നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യവിഹിതങ്ങൾ എന്തായാലും നമുക്ക് ലഭിക്കുന്നതാണ്. അത് എന്തെല്ലാമെന്ന് ആദ്യം ഒന്ന് നോക്കാം. അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്ന മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് 35 കിലോ ധാന്യം, അതായത് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും, പിന്നെ സബ്സിഡി നിരക്കിൽ പഞ്ചസാരയും ലഭിക്കും. 21 രൂപയാണ് അതിന് വില വരുന്നത്. പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും ഒരു വ്യക്തിക്ക് 2 രൂപ നിരക്കിലാണ് ലഭിക്കുന്നത്. നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഒരു വ്യക്തിക്ക്, അത് സംസ്ഥാന സബ്സിഡിയാണ്, ഒരു വ്യക്തിക്ക് 2 കിലോ അരി 4 രൂപ നിരക്കിലും ഒരു കാർഡിൽ 1 മുതൽ 3 വരെ ആട്ട 17 രൂപ നിരക്കിലും ലഭിക്കും. വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1 മുതൽ 4 കിലോ വരെ അരി 10 രൂപ 90 പൈസ നിരക്കിലും 1 മുതൽ 3 വരെ ആട്ട 17 രൂപ നിരക്കിലും ലഭിക്കും. എല്ലാ റേഷൻ കാർഡുകാർക്കും ജനുവരി മാസം മണ്ണെണ്ണ ഉണ്ടായിരുന്നു. ഈ മാസവും അത് ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും കിറ്റ് ലഭിക്കുന്നതാണ്. നിലവിൽ കിറ്റ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനുവരി മാസത്തെ കിറ്റാണ്. ഇത് പെട്ടെന്ന് തന്നെ വിതരണം പൂർത്തിയാക്കി ഈ മാസം തന്നെ ഫെബ്രുവരി കിറ്റ് വിതരണം ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് സാധാരണഗതിയിൽ ലഭിക്കുന്നത്. മണ്ണെണ്ണ ഈ മാസം എല്ലാവർക്കും ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സ്പെഷ്യലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം നീല വെള്ള റേഷൻ കാർഡുകാർക്കുള്ള അരിയാണ്. അത് ഈ മാസം വിതരണം ചെയ്യുകയാണെങ്കിൽ അധികം സന്തോഷമുണ്ടാകും. പക്ഷേ റിപ്പോർട്ടുകൾ പ്രകാരം വിഷുവിന് വിതരണം ചെയ്യുമെന്നാണ്. ഇങ്ങനെയാണെങ്കിൽ ഫെബ്രുവരിയിലും മാർച്ചിലും അത് ലഭിക്കാൻ സാധ്യതയില്ല. ഇങ്ങനെയാണ് ഈ ഒരു മാസം നമുക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ. അത് നിങ്ങളെ മുൻകൂട്ടി ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. ഇനി സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് ലഭിക്കേണ്ടതുണ്ട്. അത് എത്തിയാൽ അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത്, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള ഗോതമ്പ് കുറച്ച് അവർക്ക് 1 കിലോ ആട്ട നൽകാനുള്ള തീരുമാനമുണ്ട്. മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് 6 രൂപ നിരക്കിലും പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് 8 രൂപ നിരക്കിലായിരിക്കും അത് വിതരണം ചെയ്യുക. അത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ആ 2 ജില്ലകളിൽ ചെയ്യുന്നത്. അതിനുശേഷം സംസ്ഥാനത്ത് മൊത്തം അത് വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകൾ, മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.